ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നൊരു മട്ടൻ ദം ബിരിയാണിയാണ്. വളരെ നല്ല ടേസ്റ്റുള്ളൊരു ദം ബിരിയാണി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മട്ടനാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മട്ടൻ എടുത്തിരിക്കുന്നത്. 2.5 കപ്പ് ബിരിയാണി അരിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 600 ഗ്രാം വരും. നിങ്ങൾക്ക് ജീരകശാല അരിയോ മറ്റേതെങ്കിലും ബസ്മതി റൈസോ ഏതെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4 സവാള എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള സവാളയായിരുന്നു, അത് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. 6 പച്ചമുളക് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. 10 മുതൽ 12 അല്ലി വരെ വെളുത്തുള്ളി. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാൻ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഇപ്പം മട്ടൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു വലിയ തവിക്ക് ഞാൻ 2 തവിയാണ് ഒഴിക്കുന്നത്. ഇത് ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ വരും. ഇത്രയും എണ്ണ ഒഴിച്ചു. അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് സവാള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് തീ ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് തീ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അടുക്കി പിടിച്ച് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 6 മുതൽ 7 പച്ചമുളക് വരെയാണ് ഞാൻ ചേർക്കുന്നത്. മുളകിൻ്റെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്തണം. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ ചുവന്ന മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം പച്ചമുളക് ആഡ് ചെയ്യാൻ. ഇനി നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നാല് ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം. ഞാൻ ഗരം മസാലയുടെ പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ഇതെല്ലാം കൂടി ചേർത്ത് പൊടിച്ച ഗരം മസാല പൊടി ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. എരിവിനായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് കുരുമുളക് പൊടിയും കൂടാണ്. പച്ചമുളകും കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. 3 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നു. മട്ടൻ എപ്പോഴും അതിൻ്റെ ആ ഒരു മട്ടൻ്റെ സ്മെല്ല് മാറിക്കിട്ടാൻ ഏറ്റവും നല്ലത് കുരുമുളക് പൊടിയായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ഞാൻ കുരുമുളക് പൊടിയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ മുളക് പൊടി യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ മട്ടൻ്റെ ഗ്രേവിക്ക് വേറൊരു കളറായിരിക്കും. പൊടികളെല്ലാം ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ മട്ടൺ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത പീസസാണ്. ഇത് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ സൈഡിലേക്കും മസാല ഇടണം. ഇനി മട്ടൺ കുക്ക് ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നറിയാം. ബിരിയാണിക്ക് മട്ടൺ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കണം, മട്ടൻ്റെ പീസസ്. അതിന് വേണ്ടിയിട്ട് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ്. ഒരു 1.5 ലെമണിൻ്റെ ജ്യൂസ് ഉണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഏത് ഇറച്ചിയാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ ബീഫാണെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇത് ചിക്കൻ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മട്ടൻ ഒരുപാട് ഗ്രേവി ലൂസാവണ്ട. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഞാനിവിടെ ചേർക്കുന്നത് മല്ലിയിലയാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം.
2-3 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കുക്കർ വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ച് കുക്ക് ചെയ്യാൻ പോകണം. അതിന് നമുക്ക് ഈ അടുപ്പിൽ നമുക്കിനി അരി വേവിച്ചെടുക്കാം. ബിരിയാണിക്കായിട്ടുള്ള റൈസ് തയ്യാറാക്കണമല്ലോ, അപ്പോൾ അത് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. സ്റ്റീൽ പാത്രമാണ്, പക്ഷേ നല്ല ചൂട് കട്ടിയുള്ളത് നോക്കിയെടുക്കണം. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം, പിന്നെ 2 കറുകയുടെ ഇലയാണ്, കറുവാപ്പട്ടയുടെ ഇല. ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി റൈസിലേക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു മൈൽഡായിട്ടുള്ളൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ, പേസ്റ്റ് ഒന്നും നോക്കണ്ട. ഇതൊരു റൈസിനൊരു നല്ല മണം കിട്ടും. ഇനി നമ്മുടെ ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് 2.5 ഗ്ലാസ്സിലാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 600 ഗ്രാമോളം അരിയിട്ട് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന അരിയാണിത്. ഇത് ചെറുതായിട്ടൊന്ന് നെയ്യിലൊന്ന് വഴറ്റി കൊടുക്കുക. റൈസ് നന്നായിട്ട് സോർട്ട് ചെയ്ത ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഇവിടെ എടുത്തിരിക്കുന്നത് 2.5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം, ഇരട്ടി വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഏത് ഗ്ലാസ്സിനാണോ അരി അളന്നെടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും അളന്നൊഴിക്കണം. അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് റൈസ് വെന്ത് കിട്ടും. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാതെ നോക്കണം. പാകത്തിന് വെന്തിട്ടുണ്ട്. ഓരോ ടൈപ്പ് അരിയുടെയും വേവ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അരി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേ സമയം നമ്മുടെ മട്ടൻ മസാലയും റെഡി ആയിട്ടുണ്ട്. ഒരു 4 വിസിൽ വന്നപ്പോഴത്തേനും മട്ടൻ മസാല റെഡിയായി. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. ദം ചെയ്യുന്നതിനായിട്ട് ഞാനൊരു വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ കുക്കർ വെച്ച് കൊടുക്കുന്നത്. കുക്കറിൽ തന്നെ വെച്ച് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അധികം ഒരുപാട് ഗ്രേവി ഇല്ല, വളരെ കുറച്ച് ഗ്രേവി ഉണ്ട്. അത് നമ്മുടെ ബിരിയാണിയിൽ റൈസിൽ എല്ലായിടത്തും പറ്റുമ്പോഴത്തേക്ക് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടും. ഒരുപാട് ഗ്രേവി ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ദം ചെയ്യുന്നതിനായിട്ട് ഈ ചോറ് പാകത്തിന് വെന്ത ചോറ് മട്ടൻ്റെ മസാലയുടെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഏകദേശം പകുതിയോളം ചോറ് ഞാനിങ്ങനെ മസാലയുടെ മുകളിലേക്ക് നിരത്തി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കിസ്മിസും അണ്ടിപ്പരിപ്പും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഏകദേശം ഒരു വലിയ സവാളയും കുറച്ച് 2 ടേബിൾ സ്പൂണോളം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി നമുക്ക് ഈ ലെയറിൽ ഒന്ന് വിതറി കൊടുക്കണം. അപ്പോൾ ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, കുറച്ച് മല്ലിയില ഇത്രയും കൂടെ ഒന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ചോറ് മുഴുവനും നിരത്തി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയിരിക്കുന്ന സവാള വറുത്തതും ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ മല്ലിയില ഇടാൻ മറക്കരുത്. അതിനുശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദം ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതിനടിയിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൻ്റെ മുകളിലാണ് ഞാൻ കുക്കർ വെക്കുന്നത്. ഇപ്പോൾ ഞാൻ കുക്കറിൻ്റെ വെയിറ്റും കൂടി ഇടുകയാണ്. പക്ഷേ വിസിൽ വരാൻ പാടില്ല. വിസിൽ വരുന്നതിന് മുമ്പ് ഒരു ആവി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തീ ഓഫ് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ആവി നന്നായിട്ട് നിറഞ്ഞ് വരും. നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, ഇതുപോലെ ആവി നിറഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി പതുക്കെ കുക്കർ ഒന്ന് തണുത്ത ശേഷം നമുക്ക് തുറക്കാവുന്നതാണ്. ആവി ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മട്ടൻ ദം ബിരിയാണി ദം പൊട്ടിക്കാം. ഇപ്പോഴും നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു സെർവിങ് ഡിഷിലോട്ട്
മാറ്റാം. ഞാനിവിടെ ചെയ്തിരിക്കുന്ന മെത്തേഡിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.